2025 തുലാം വൃശ്ചികം ധനുമാസങ്ങളിൽ ജനിച്ച പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് ജനിച്ച നക്ഷത്രം പൂരോരുട്ടാതിയാണ്. ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു മലയാള കലണ്ടർ എടുത്തിട്ട് ജാനുവരി 10 ജനിച്ചതെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് മലയാള മാസം നോക്കിയാൽ മതി. ഇനി തുലാം മാസം ജനിച്ച പൂരോരുട്ടാതി നക്ഷത്രക്കാരുടെ കാര്യം നോക്കണം. അവർക്ക് ജാനുവരി മാസം കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷനെല്ലാം പറ്റിയതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. പക്ഷേ വ്യക്തിപരമായി അത്ര നല്ലതല്ല. കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ലതല്ല. മാതാവിനും അത്ര നല്ലതായിട്ട് തോന്നില്ല. വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം. ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ്. പക്ഷേ മക്കളും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. മനസമാധാനക്കുറവ്, ടെൻഷനെല്ലാം കാണുന്നുണ്ട്. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. വ്യക്തിപരമായി അത്ര നല്ലതൊന്നുമല്ല. ഫെബ്രുവരി മാസം ചിലപ്പം ട്രാൻസ്ഫർ എല്ലാം ഉണ്ടാകാൻ ആരെങ്കിലും പറ്റിക്കാനെല്ലാം സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം. മാർച്ച് മാസം കേസ് വഴക്കിനൊന്നും പോകരുത്. ഏപ്രിൽ മാസം കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷനെല്ലാം പറ്റിയതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹമെല്ലാം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായി, വ്യക്തിപരമായിട്ടൊന്നും അത്ര നല്ലതല്ല. മാതാവിനും മാസം അത്ര നല്ലതായിട്ട് തോന്നില്ല. വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം. മെയ് ജൂൺ മാസങ്ങൾ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയതാണ്. ദൂരയാത്രകൾക്ക് അവസരം, യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ഓപ്പറേഷനെല്ലാം പറ്റിയതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. വ്യക്തിപരമായിട്ടൊന്നും അത്ര നല്ല മാസമല്ല. വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങൾ. ജൂലൈ, ഓഗസ്റ്റ് നോക്കാം. ജൂലൈ, ഓഗസ്റ്റ് മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ നല്ലതാണ്. യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ, ദൂരയാത്രകളെല്ലാം പോകാൻ അവസരം, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കെല്ലാം നല്ലതാണെങ്കിലും വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. ജൂലൈ മാസം കേസ് വഴക്കിനൊന്നും പോകരുത്. അനാവശ്യമായ ശത്രുതയെല്ലാം കണ്ടേക്കും. സെപ്റ്റംബർ, ഒക്ടോബർ മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ നല്ലതാണ്. ദൂരയാത്രകൾക്ക് അവസരം, യാത്രകൾ കൊണ്ട് ഗുണാനുഭവങ്ങൾ, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണെങ്കിലും കേസ് വഴക്കിനൊന്നും പോകരുത്. ചിലപ്പോൾ ശത്രുതയെല്ലാം കണ്ടേക്കാം. അതുപോലെ സെപ്റ്റംബർ മാസം ട്രാൻസ്ഫർ ഉണ്ടായേക്കാം. ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല. വിവാഹത്തിന് തടസ്സങ്ങളെല്ലാം കണ്ടേക്കാം സെപ്റ്റംബർ മാസം. ഒക്ടോബർ മാസം പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. നവംബർ മാസം കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. മനസ്സമാധാനമുള്ളൊരു മാസമാണ്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണെങ്കിലും വ്യക്തിപരമായി അത്ര നല്ലതല്ല. ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല.
കേസ് വഴക്കിനൊന്നും പോകരുത്. അനാവശ്യ ശത്രുതകളെല്ലാം ഉണ്ടാകും. ഡിസംബർ മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെ നല്ലതാണ്. ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ നല്ലതാണ്. ദൂരയാത്രകൾക്ക് അവസരം, യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലത്, ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. വ്യക്തിപരമായി ആരോഗ്യപരമായി അത്ര നല്ലതല്ല. ഇനി വൃശ്ചിക മാസം ജനിച്ച പൂരോരുട്ടാതി നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം. അവർക്ക് ജാനുവരി മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നുണ്ട്, കണ്ടെത്തും. കുടുംബപരമായ, സാമ്പത്തികപരമായ, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്ക് നല്ലതാണെങ്കിലും വ്യക്തിപരമായി ആരോഗ്യപരമായി അത്ര നല്ലതല്ല. ഫെബ്രുവരി മാർച്ച് മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. പക്ഷേ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. ഫെബ്രുവരി മാസം ട്രാൻസ്ഫർ ഉണ്ടാകാം. ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം. മാർച്ച് മാസം വ്യക്തിപരമായി ആരോഗ്യപരമായി അത്ര നല്ലതല്ല. മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കുറച്ച് മനസ്സമാധാനക്കുറവും കാണുന്നുണ്ട് മാർച്ച് മാസം. ഏപ്രിൽ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. പക്ഷേ മക്കളും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. കേസ് വഴക്കിനൊന്നും പോകരുത്. അനാവശ്യ ശത്രുത കാണുന്നുണ്ട്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. വസ്തുവാഹനങ്ങളിലൂടെയും ധനനഷ്ടം സംഭവിക്കാം. മെയ് ജൂൺ മാസങ്ങൾ കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ്. പക്ഷേ മക്കളും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. മനസ്സമാധാനക്കുറവ്, വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം. വ്യക്തിപരമായി വ്യക്തിപരമായിട്ട് അത്ര നല്ലതല്ല. ആരോഗ്യം കുഴപ്പമൊന്നുമില്ല. മെയ് മാസം ദാമ്പത്യപരമായിട്ട് കുറച്ച് നല്ലതായിട്ട് കാണുന്നുണ്ട്. വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്താൻ പറ്റും മെയ് മാസം. പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മെയ് മാസം തന്നെയാണ് നല്ലത്. ജൂൺ മാസം കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ്. അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ജൂലൈ മാസം ദൂരയാത്രകൾ, ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയതാണ്. യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ട്. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. പക്ഷേ വ്യക്തിപരമായിട്ട് അത്ര നല്ലതല്ല. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ്. എന്തൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ല മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കെല്ലാം നല്ലതാണെങ്കിലും വ്യക്തിപരമായി അത്ര നല്ലതല്ല. ഓഗസ്റ്റ് മാസം കേസ് വഴക്കിനൊന്നും പോകരുത്. ഓഗസ്റ്റ് മാസം കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം. ഓഗസ്റ്റ് മാസം നല്ലതാണ്. കേസ് വഴക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അനുകൂലമായ തീരുമാനമുണ്ടാകും. ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ളതിനെല്ലാം നല്ലതായിട്ട് കാണുന്നുണ്ട് ഓഗസ്റ്റ് മാസം. അവയിലെല്ലാം വിജയിക്കാനുള്ള സാധ്യതയുണ്ട് ഓഗസ്റ്റ് മാസം. സെപ്റ്റംബർ മാസം ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല. വിവാഹത്തിനെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട്. ഒക്ടോബർ മാസം അലച്ചിലുകൾ, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, അപവാദങ്ങൾ കേൾക്കുക, ട്രാൻസ്ഫർ ഉണ്ടാവുക. വേണ്ടാത്ത പ്രശ്നങ്ങളിലൊന്നും തലയിടാതെ നോക്കുന്നതായിരിക്കും നല്ലത് ഒക്ടോബർ മാസം. നവംബർ മാസം കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷനെല്ലാം വേണ്ടിക്ക് പറ്റിയതാണ്. പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട്.
ഡിസംബർ മാസം കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷനെല്ലാം വേണ്ടിയിട്ട് പറ്റിയ മാസമാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ജോലി കിട്ടാൻ, പ്രൊമോഷൻ കിട്ടാൻ, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണെങ്കിലും വ്യക്തിപരമായിട്ട് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. ഇനി ധനുമാസം ജനിച്ച പൂരോരട്ടി നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം. അവർക്ക് ജാനുവരി മാസം ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിനെ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്, സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്, ശത്രുതയെല്ലാം ഉണ്ടാകും. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല, അതിലൂടെ ധനനഷ്ടം സംഭവിക്കാം. കുടുംബപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങൾ പൊതുവെ മോശമാണ്. കേസ് വഴക്കിനൊന്നും പോകരുത്, ശത്രുതയെല്ലാം ഇഷ്ടംമാരി ഉണ്ടാകും. വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ടൊന്നും അത്ര നല്ലതല്ല. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടും അത്ര നല്ലതൊന്നുമല്ല. ഫെബ്രുവരി മാസം ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടാകാം, ആരെങ്കിലും പറ്റിക്കാതെയെല്ലാം നോക്കണം. ഏപ്രിൽ മാസം മനസമാധാനക്കുറവും കാണുന്നുണ്ട്. മെയ് മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്, വിവാഹമെല്ലാം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്, അനാവശ്യ ശത്രുതയെല്ലാം കാണുന്നുണ്ട്. വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. ജൂൺ, ജൂലൈ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്, വിവാഹമെല്ലാം അന്വേഷിക്കുന്നതിലേക്ക് കണ്ടെത്തും. പക്ഷേ വ്യക്തിപരമായിട്ട് അത്ര നല്ലതല്ല. ജൂലൈ മാസം വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. വീട് നിർമ്മാണത്തിനെല്ലാം പറ്റിയതാണ് ജൂലൈ മാസം. കുടുംബപരമായ, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലത് തന്നെയാണ്. ഓപ്പറേഷനെല്ലാം വേണ്ടിയിട്ട് പറ്റിയ മാസമാണ് ജൂലൈ മാസം. ഓഗസ്റ്റ് മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്, വിവാഹമെല്ലാം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ഉല്ലാസ യാത്രകൾ പോകാൻ, യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ കാണുന്നുണ്ട്. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ളതിനെ നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിലും വ്യക്തിപരമായിട്ട് അത്ര നല്ലതല്ല. സെപ്റ്റംബർ മാസം വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. വീട് നിർമ്മാണത്തിന്, മാതാവിനും മക്കൾക്കെല്ലാം നല്ലതായിട്ട് കാണുന്നു. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ജോലി കിട്ടാം, പ്രൊമോഷനെല്ലാം കിട്ടാം. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ്. പക്ഷേ വ്യക്തിപരമായിട്ട് അത്ര നല്ലതല്ല. ഒക്ടോബർ മാസം വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. മക്കൾക്കും സഹോദരങ്ങൾക്കും മാതാവിനുമെല്ലാം നല്ലതായിട്ട് കാണുന്നു. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടുമെങ്കിലും പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. നവംബർ മാസം വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. മാതാവിനും മക്കൾക്കും എല്ലാം നല്ല സമയമാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ്. പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാകാം. ആരെങ്കിലും പറ്റിക്കാതെ, ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളും കാണുന്നുണ്ട്. ഡിസംബർ മാസം വളരെ നല്ലതാണ്. ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. മാതാവിനും മക്കൾക്കും എല്ലാം നല്ലതായിട്ട് കാണുന്നു. മനസ്സമാധാനമുണ്ട്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്താം. അതുപോലെ ജോലിയെല്ലാം കിട്ടാം, പ്രൊമോഷൻ കിട്ടാം. കുടുംബപരമായ, സാമ്പത്തികപരമായ, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലൊരു മാസമാണ്.